ഹായ് ഹലോ വെൽക്കം ബാക്ക്. തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഡേ ഇൻ മൈ ലൈഫിനേക്കാളും എപ്പോഴും ബെറ്റർ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് ആയിരിക്കും. കുറച്ചുകൂടെ ഹാപ്പിനിങ് ആയിരിക്കും, കണ്ടിരിക്കാനും കുറച്ച് രസമായിരിക്കും. അപ്പോൾ ഇനി വരുന്ന ഒരു 7 ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ കറൻ്റ് ട്രെൻഡൊന്നും ആയിട്ടില്ല, പക്ഷേ മേ ബി ട്രെൻഡ് ആവാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ഈ വീക്ക് ഇൻ മൈ ലൈഫ്. എനിവേയ്സ് അതൊന്നും നമ്മുടെ മാറ്ററല്ല, നമുക്ക് മാറ്ററിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ ഈ ഒരു 7 ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഡോറൊക്കെ തുറന്നാൽ സിറ്റൗട്ടിൻ്റെ ഏരിയയിലൊക്കെ പോയി ഒന്ന് കറങ്ങണം. അതെനിക്ക് പണ്ട് തൊട്ടേ നിർബന്ധമുള്ളത്. വീട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ആചാരമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കുളിക്കും, അത് മറ്റൊരു ആചാരം. ഇത് രണ്ടുമാണ് എനിക്ക് രാവിലെ ഒരു ദിവസം സ്റ്റാർട്ടാകുന്നൊരു ഫീൽ കിട്ടുന്നത്. ഇന്ന് കിച്ചണിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഗ്രീൻ പീസ് കറിയും ഇടിയപ്പമാണ്. ഇടിയപ്പം മമ്മി ആക്കിക്കൊണ്ടിരിക്കുന്നു, ഞാനാണിന്ന് ഗ്രീൻ പീസ് കറി ആക്കുന്നത്. എൻ്റെ ഗ്രീൻ പീസ് കറി കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് വേണേൽ കൂട്ടിക്കോ. അങ്ങനെ കറി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഭയങ്കര സിമ്പിളാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നു. ഒരു സൈഡിൽ ഇടിയപ്പം ആയിക്കഴിഞ്ഞു, കറിയും റെഡി. രാവിലെ കോഫിയും ടീയും ഒന്നും ഞങ്ങൾ കുടിക്കാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളമാണ് കുടിക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പുതിയ ശീലം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പത്രം വായന. ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയത്. അപ്പോൾ ആ വെള്ളം കുടിച്ച് തീരുന്നവരെ ജസ്റ്റ് ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അപ്പോഴേക്കും മമ്മിയുടെ വിളി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദി ഡേ ഇടിയപ്പം ആൻഡ് ഗ്രീൻ പീസ് കറി. കിട്ടില് ടേസ്റ്റായിരുന്നു. നമുക്കിനി ഒരു ഓട്ടം തന്നെയാണ്, പുറത്തോട്ട് പോകാനുണ്ട്. ഫുഡ് കഴിച്ച് വേഗം ഒരു ഓട്ടമായിരുന്നു. വേഗം ഹറിബറിയായിട്ട് റെഡി ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാങ്കിലൊക്കെ പോകണം. വേഗം പോയി റെഡി ആയിട്ട് മുടിയും കെട്ടിച്ച് ലിപ്സ്റ്റിക് ഇട്ട് ഓടുമായിരുന്നു. അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പം നമ്മളിനി ഭരണിക്കാവിലോട്ട് പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. മിസ്റ്റർ അജിനുണ്ട് ഇവിടെ. അജിൻ ഹലോ 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 തലയായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ അവിടെ എത്തിയിട്ട് കാണാം. ഭരണിക്കാവിലെ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ വന്ന ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ ബ്ലോക്ക് കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോട്ട്. കാരണം നമ്മളുടെ കുറേ അധികം സമയം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിവേസ് തിരിച്ച് നമുക്ക് ബാങ്കിലോട്ട് ചെല്ലാം. ബാങ്കിൽ ചെന്ന് അവിടുത്തെ പരിപാടികളെല്ലാം ചെയ്തിട്ട് ഇനി വീട്ടിലോട്ട് പോകണം. അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലോട്ടെത്തി. അച്ഛനമ്മ സിറ്റൗട്ടിൽ എന്തോ ഗഗനമായ ചർച്ചയിലായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നാൽ കുറേ നേരം ആ സിറ്റൗട്ടിലും മുറ്റത്തൊക്കെ കറങ്ങി നടക്കും. എന്നിട്ട് ഞാൻ അകത്തോട്ട് പോലും കയറും. അതെനിക്ക് മസ്റ്റാണ്. ഹലോ, അങ്ങനെ വീട്ടിലെത്തി. ഇന്ന് രാജേഷ് ശബരിമലയ്ക്ക് പോവാം വൈകിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം പോയി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചിനി അങ്ങോട്ട് പോകാമെന്ന്, അജിൻ്റെ അങ്ങോട്ട്. പിന്നെ ബാങ്കിലെ കാര്യവും ഭരണക്കാലും 1-2 ആവശ്യമൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം, ജോലിയൊന്നും ചെയ്യാനല്ല കേട്ടോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം അത് സിനിമയൊക്കെ ഉണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ. അത് തന്നെ പരിപാടി. എവിടെ ആയാലും പ്രത്യേകിച്ച് വലിയ പണികളൊന്നും നമ്മൾ ചെയ്യാറില്ല, അത് വേറെ കാര്യം. എനിവേയ്സ് അപ്പോൾ നമ്മളിനി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ സന്തോഷ വാർത്ത, അമ്മയും അച്ഛനും ശബരിമല പോകുന്നുണ്ട്. അപ്പോൾ അതൊരു അപ്രതീക്ഷിതമായ ഒരു യാത്രയായിരുന്നു. എന്നോട് പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് രണ്ടൊരു മാലയൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ശബരിമല വൈബാണ് വീട്ടിൽ. കഴിഞ്ഞ വർഷം ശരിക്കും വലിയൊരു പൂജയും പരിപാടിയൊക്കെ ആയിട്ട് വലിയൊരു സംഭവമായിരുന്നു ലാസ്റ്റ് ഇയറിലെ ശബരിമല പോക്ക്. ഈ വട്ടം വളരെ സിമ്പിളായിട്ട് അവരവരായിട്ട് അങ്ങ് പോവുക. രാജേഷ് ബാങ്കിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുക, അച്ഛനും അമ്മയും അല്ലാതെ പോകുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഇയറിൽ ഒരു ശബരിമലയിൽ ആ ഒരു പൂജയും ഒക്കെ ഇട്ടപ്പം ആരൊക്കെയോ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ചോദിച്ചായിരുന്നു, അമ്മയ്ക്ക് ശബരിമലയൊക്കെ പോകാനുള്ള പ്രായമായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ അമ്മയുടെ ഓൾറെഡി യൂട്രസ് മൂവ് ചെയ്തതായതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്തോ മെഡിക്കൽ പേപ്പേഴ്സ് എന്തോ കാണിച്ചാൽ മതി. അപ്പം അതാണ് ഒരു കാര്യം. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ നല്ലതായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഇന്ന് കഞ്ഞി വെക്കാൻ, അതായത് ഈ സാമി മാസത്തിൽ വെക്കുന്നൊരു കഞ്ഞി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ തേടി അയ്യത്തിറങ്ങിയേക്കുക. അമ്മ ചീനി എടുത്തു, പിന്നെ അവിടുന്ന് ചേമ്പ് ചേനയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ചീനി ഇപ്പം നോക്കിയിട്ട് കണ്ടില്ലെന്നാണ് പറയുന്നത്. അച്ഛനോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇളക്കുന്നത്. അത് ഓണറിൻ്റെ പെർമിഷനില്ല കൃഷിയിടത്ത് കയറി സാധനം എടുക്കുക. ഇല്ലല്ലയോ, ആയി വരുന്നതേ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേ അത് വിളയത്തുള്ളൂ. എനിവേസ് ഞങ്ങൾ ചീനി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് 2 ചീനി കിട്ടിയിട്ടുണ്ട്. കപ്പ എന്നൊക്കെ പറയും ചീനി. അപ്പോൾ ഇതൊക്കെ ഇട്ടാണ് കറി വെക്കുന്നത്. കറിയുടെ പേര് കുറച്ച് ട്രിക്കിയാണ്, അസ്ത്രം എന്ന് പറയും. പിന്നെ അത് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിത് എടുത്തിട്ട് അടുക്കളയിൽ പോട്ടെ. അങ്ങനെ നമ്മൾ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം തേടി പിടിച്ച ശേഷം അതിൻ്റെ ഒരു കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന നല്ലൊരു പണിയാണ്. അമ്മ ഇങ്ങനെ വെളിയിലൊരു കൊരണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്നോടിങ്ങനെ സൊറയും പറഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ മൊത്തം കഥ ഞാനും അമ്മയും അത്രയും സമയം കൊണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനൊന്ന് ജോയിൻ ചെയ്ത് അച്ഛൻ്റെ കുറച്ച് കഥകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ചൂടായിട്ട് കറിയും കഞ്ഞിയൊക്കെ വിളമ്പുവാണ്. ഇനി എല്ലാവരും കൂടെ ചേർന്നിട്ട് കഴിക്കണം. ഞാൻ ഈ കറിയുടെ പേരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല. കുറേ പേരുടെ അടുത്ത് ലാസ്റ്റ് ഇയറിൽ വീടിട്ട സമയത്ത് ചോദിച്ചായിരുന്നു അതെന്താ അങ്ങനെ പറയുന്നതെന്ന്. ഈ എരിശ്ശേരി പോലുള്ള ഈ കറിയെ നമ്മുടെ കൊല്ലം സൈഡിൽ ഇങ്ങനെ കേട്ടോ പറയുന്നത്. ഞാൻ ടി വി ഒക്കെ കണ്ടോട്ടെ എൻ്റെ കഞ്ഞിയും കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂക്കാലം എന്നുള്ളൊരു സീരീസ് ആണോ സിനിമയാണോ അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. കുറേ മുൻപ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ആ ഒരു സീരീസ് കണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മെയിൻ പരിപാടി മുറ്റത്ത് കറങ്ങി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ കരിയിലൊക്കെ കയറിയിട്ട് മുറ്റം കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റം ഒന്ന് അടിക്കാമെന്ന്. നേരത്തേക്ക് വീട്ടിൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി ആയിരുന്നു മുറ്റം അടിക്കുക എന്നുള്ളത്. കോളേജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഓടിപ്പോയൊക്കെയായിരിക്കും മുറ്റം അടിക്കുന്നത് വിളക്ക് കത്തിക്കുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഇന്ന് ഞാനതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. നന്നായിട്ട് കലോറീസൊക്കെ ബേൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കലോറി ബേണിങ് പ്രോസസ്സ് തന്നെയാണ് മുറ്റം അടിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ നാട്ടിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അമ്പലത്തിലൂടെയൊക്കെ പോകാനായിട്ട് മാലയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ മാലയൊക്കെ പോയി പിടിച്ച് ഇങ്ങനെ ചൊറിയുമായിരുന്നു കുറച്ച് നേരം ഇരുന്ന്. അമ്മ ആസ് യൂഷ്വൽ ക്ലീനിങ് ഒരു 3-4 വട്ടം ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യും വീട്ടിൽ. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് രാജേഷ് വന്നു. ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അവനിന്ന് കഴിച്ചില്ലല്ലോ നമ്മുടെ കഞ്ഞിയും കറിയൊക്കെ. അപ്പം അമ്മ അതൊന്നും കൂടെ ചൂടാക്കിയിട്ട് അവന് കൊടുക്കുവാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ച് അജിൻ്റെ വീട്ടിലോട്ട് പോരുന്നു. സോ നമ്മുടെ സെക്കൻഡ് ഡേ നല്ലൊരു കിടിലം ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കിടിലം ബീഫ് കറിയും പുട്ടുമാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഒപ്പം മുട്ടയും ഉണ്ട്. അപ്പോൾ ഈ നിസാനുണ്ടായിരുന്നു രാവിലെ വീട്ടിൽ. അപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഞാൻ ഇസുവിൻ്റെ സൈഡിലോട്ട് ക്യാമറ തിരിച്ചു വെച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ കുറച്ച് ആക്റ്റീവായിട്ട് കഴിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റൗട്ടിലൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫുൾ ടൈം പപ്പയും ഇവളും തമ്മിൽ ഇങ്ങനെ ഫുൾ ടൈം ഫൈറ്റ്സ് നടന്നുകൊണ്ടേയിരിക്കും. 1 പറഞ്ഞ് 2 പറഞ്ഞ് മിഠായിക്കും ഇതിനും കൊച്ചു പിള്ളേരാണൊക്കെ. ഈ വീട്ടിലെ ഏറ്റവും 2 ഇളയ പിള്ളേർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പപ്പയും ഒന്ന് ഇസാനും. ഒരാൾക്ക് 4 വയസ്സ് ഒരാൾക്ക് 60 വയസ്സ് വേണം. അത് ഏജ് ഡസൻ മാറ്റർ എന്നൊക്കെ പറയത്തില്ല. അതുപോലെയാണ് രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഉടക്കമാണ്. അത് കോംപ്രമൈസ് ചെയ്യുന്ന മെയിൻ പരിപാടിയാണ് എൻ്റെയും മമ്മിയുടെയും. അപ്പോൾ ഇവിടെ മിഠായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പിണക്കത്തിരിക്കുകയാണ് ഒരാൾ. ഇന്നലെ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഇന്നൊരു സ്ലോ ഡേ ആയിരുന്നു. വളരെ പീസ്ഫുള്ളി സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഡേ ആയിരുന്നു. സൺഡേ ആണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല വെയിലുണ്ട്. ഞാൻ വെളിയിൽ നിന്നപ്പോൾ തന്നെ ഉയർത്ത് തുടങ്ങുന്നുണ്ട്. എൻ്റെ മുടിയുണ്ടോ, കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ മുടി കേളി ഹെയർ ആവും. ചീകി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സ്ട്രെയിറ്റ് ഹെയർ ആവും. സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേവി ഹെയർ ആവും. ഹെയറിൻ്റെ ടെക്സ്ചർ ഓരോ കൊല്ലം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പരുവം. കണ്ടു ഫുള്ളിപ്പോൾ ഫ്രിസ്സൊക്കെ ആയിട്ട് ആകെ അലമ്പാണ്. ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യണം എന്നുള്ളൊരു ത്വര വന്നു തുടങ്ങി. പിന്നെന്താ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ഉള്ളോട്ട് പോട്ടെ. കുറേ നേരം വെയിലത്ത് നിന്ന് ഞാൻ കരിഞ്ഞു പോകും. നല്ല ചൂടുണ്ട്. തണലായിട്ട് തോന്നും, പക്ഷെ നല്ല ചൂടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് മറ്റേ ഷാപ്പിൽ ഫുഡ് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുമ്പും അവിടുത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഷോർട്സൊക്കെ ആയിട്ട് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു സൺഡേ ഒക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാമെന്നും അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1:30 ആവാൻ തുടങ്ങുന്നുണ്ട്. അവിടെ പെട്ടെന്ന് ആ ഫുഡ് കഴിയുന്നത്. നല്ല തിരക്കുള്ള ഒരു ഷാപ്പായതുകൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർ വന്ന് പെട്ടെന്ന് അങ്ങ് തീരും. ഞങ്ങൾ എപ്പം പോയാലും 2:30-3 മണി ആ സമയത്തൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് കിട്ടാറില്ല. ഈ വട്ടം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. നല്ല വെയിലുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് വെയിലുള്ള ചൂടുള്ളൊരു ദിവസമാണ്. അപ്പം നമ്മൾ പോവുകയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വി ഹോപ്പ് സോ ഫുഡൊക്കെ കിട്ടുമായിരിക്കും, കഴിഞ്ഞു പോകത്തില്ലെന്ന്. അങ്ങനെ നമ്മൾ എത്തി. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസിൽ കണ്ട് ഫെമിലിയർ ആയിരിക്കും. വെട്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കം ഷാപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് അവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മീൽസ് വന്നിട്ടുണ്ട്. എല്ലാ വട്ടവും ഞങ്ങൾ കപ്പ അപ്പമൊക്കെ പറഞ്ഞിട്ട് സൈഡ് കറികൾ പറയുന്നത്. ഈ വട്ടം മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടുത്തെ കറിയെല്ലാം കഴിഞ്ഞു പോയെങ്കിലും മീൽസിൻ്റെ ചോറും കുറച്ച് കറിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം അതാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി കറികളൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൽസിൻ്റെ എല്ലാം വന്ന് ചോറ് നമ്മൾ സെപ്പറേറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആവശ്യമുള്ള എടുത്താൽ മതി. ഒരു സാലഡ് ഉണ്ട്, മാങ്ങാക്കറി, മാങ്ങാച്ചാറുള്ള അച്ചാർ, തോരൻ, അവിയൽ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കുന്ന കറികളാണ്. സാമ്പാർ, മോരിന്, മീൻകറി. എനിക്കൊരു ഭയങ്കര ഇഷ്ടം. അപ്പം അതും കൂടി കുറച്ച് ചോറെടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം. നല്ല കിരിമുരാതിരിക്കുന്ന മത്തി ഫ്രൈ. സാധാരണ വേറെ കുറേ ഫിഷ് വെറൈറ്റീസ് കാണേണ്ട ഫ്രൈ. ഇതൊന്നും അവൈലബിൾ അല്ല.
കിട്ടിയത് രണ്ടും നല്ല ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിട്ടുണ്ട്. റോഡ് തൊട്ടടുത്തായതുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കും വണ്ടി പോകുന്നത്. എനിവേസ് കിടിലം. ഈ മീൽസിൻ്റെ കൂടെയുള്ള ഈ തൊടുന്ന കറികൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറ് ഭയങ്കര ടേസ്റ്റ്. അപ്പം നമുക്ക് ഞണ്ട് കൊഞ്ച് കിട്ടുന്നുണ്ട്. ഞണ്ട് കഴിഞ്ഞു പോയായിരുന്നു. അപ്പം കുറച്ച് കാലുകൾ മാത്രം ആക്കി തന്നിട്ടുണ്ട് ഇവിടെ ഉള്ളത്. പിന്നെ കൊഞ്ച് റോസ്റ്റ്, ഇവിടെ രണ്ടിനൊക്കെ സ്പെഷ്യൽ ഐറ്റംസ്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. എനിക്ക് ഈ കൊഞ്ച് ഫ്രൈ കണ്ടിട്ടുണ്ടെങ്കിൽ ടെംപ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊഞ്ച് എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല ഗ്രേവി ഉണ്ട്. ഫ്രൈ നോക്കി. അപ്പം ഞണ്ട് എടുത്തുകൊണ്ട് ഞാൻ ഞണ്ടിൻ്റെ ആ ഗ്രേവി ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒരുപാട് ഞണ്ടൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ ആദ്യം ഫ്ലേവർ ഗ്രേവിക്കും കാണും. ഞാൻ കാല് കുറച്ച് ഫ്രോയായിട്ടൊന്ന് കഴിക്കട്ടെ. എന്നിട്ട് ആദ്യം മീറ്റ് കഴിക്കാം. ഇവിടുത്തെ ഫിഷിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നമുക്ക് അടുത്ത് നല്ല ഒരു ഫ്രഷ്നെസ് ടേസ്റ്റ് കിട്ടും. അടിപൊളിയാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടത് അത്രയ്ക്കും രസം. കാണാൻ മാത്രമല്ല കഴിക്കാനും കിടിലമാണ്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു വരുന്ന വഴി തൊടിയൂർ ആ സൈഡിലോട്ട് വന്നു. തൊടിയൂർ ഇതുവരെ കാണിച്ചിട്ടില്ല. കുറേ ഇവിടെയൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അജി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച ശേഷം നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു. ഇതിൽ ഫുൾ ഒരു ഉറക്കത്തിൻ്റെ ഒരു മയക്കം മൂടി നിൽക്കുക. ഇതാണ് തൊടിയൂർ. അപ്പുറ സൈഡിലുണ്ട് വട്ടക്കായൽ എന്നൊക്കെ പറയും. രണ്ട് സൈഡിലും കായൽ. ആ റോഡ് രസവളവ് പോണൊക്കെ ആ ഒരു റോഡ് ഉണ്ട്. ആ വണ്ടി പോകുന്നത് അവിടെ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഈ റോഡിൻ്റെ ഈ സൈഡിലാണ് നിൽക്കുന്നത്. വണ്ടി ഈ തണലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ കൊണ്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. മായ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. മായ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്ക്. ജിനു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ജി. അപ്പോൾ സംസാരിക്കാൻ വേണ്ടി മെയിനായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയത്. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു ഞാനും പോയി വീഡിയോയിൽ കുറച്ച് സംസാരിച്ചിട്ട് വരാം. ഇറങ്ങിയിട്ട് പിന്നെ മിണ്ടിയതൊന്നും ഇല്ലായിരുന്നല്ലോ. ജസ്റ്റ് മായ ഒന്ന് കാണിച്ചേ. ഓ മായ. ഓക്കെ ഇന്ന് മായയ്ക്ക് ഫ്രീ ഡേ ആണ്. ഇന്ന് സൺഡേ ആണ്. സോ അവൻ അങ്ങനെ ഇരിക്കുന്നു. നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ ഇവിടെയൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കായലിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. അത് ഫുൾ മീനുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനെ കണ്ടോ? അങ്ങനെ ഇവിടെ എല്ലാം മീൻ. ഇത് വട്ടക്കായൽ എന്ന് പറയും. അപ്പുറ സൈഡിലുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ളൊരു സമയത്ത് ഞാൻ തൊടിയൂർ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ആ റോഡിൻ്റെ ആ സൈഡൊക്കെ പോകുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. മായ വിളിച്ചുകൊണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഒരു ഫ്രീ ടൈം കിട്ടി. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാനും വർത്താനം പറയട്ടെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ഈ സൈഡിലോട്ട് പോരുന്നതാണ്. ഞങ്ങളെന്നെ കുറച്ച് നേരോട് അവിടെയൊക്കെ നടന്നായിരുന്നു. കാരണം ജിനു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അവനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ കുറച്ച് നേച്ചർ ബ്യൂട്ടിയും കണ്ട് ഫോണും ചെയ്തിങ്ങനെ പോകുമായിരുന്നു. ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എപ്പോഴെങ്കിലും. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല ഉറക്കമായിരുന്നു. ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഏകദേശം ഒരു മഴയുടെ കോളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് തന്നെ മഴയും പെയ്തു. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ എനിക്കൊന്ന് കുളിക്കാനുള്ളൊരു ഫീല് വന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റിട്ട് പോയി കുളിച്ചൊന്ന് ഫ്രഷായിട്ട് വന്നാൽ പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ലിപ് ബാമും മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് മുമ്പും ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് നല്ലൊരു കൂൾ ഫീൽ കിട്ടും. നമുക്കൊന്ന് കുളിച്ച് വന്നിട്ട് പെട്ടെന്ന് കുറച്ച് മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ തന്നെ കുറച്ച് നേരം കണ്ണാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുഡ് ഫീലില്ലേ, എനിക്ക് ആ ഫീൽ കിട്ടാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടവുമാണ്. കുറച്ച് നേരം എനിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെ പക്കമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. കറൻ്റ്ലി ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാറാണ് പതിവ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനൊരു ഗ്ലോ കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനത് കാര്യമായിട്ട് വീഡിയോ എടുത്ത് നോക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ മമ്മി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
അന്നേരം മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മി പരത്തുന്ന ഇല എടുത്ത് ഞാൻ ചൂടുമായിരുന്നു. യൂഷ്വലി ഇവിടെ ചപ്പാത്തി ഒന്നും രാത്രി അങ്ങനെ ആക്കാറേയില്ല. മമ്മിയും പപ്പയും ചോറായിരിക്കും, ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും, അതാണ് രാത്രി പതിവ്. ഇന്ന് മമ്മി ചപ്പാത്തിയാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് ചപ്പാത്തി ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിങ്ങനെ കാര്യമായിട്ടാക്കിയിട്ടുണ്ട്. ഇനി അത് പോയിരുന്ന് ഇങ്ങനെ കഴിക്കണം. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. നിങ്ങളിതൊരു ട്രൈ ചെയ്തിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരുന്ന് TV കാണുകയാണ്. മമ്മി ഏഷ്യാനെറ്റിൽ ഏതൊരു പ്രോഗ്രാം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാനും കുറച്ച് നേരം കൂടെ പോയിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി എഡിറ്റിംഗ് വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു. വെൽക്കം ടു ഡേ 3. അപ്പോൾ രാവിലെ നമ്മളുടെ ഡേ സ്റ്റാർട്ടായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് നിന്നിട്ട് എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ സ്ഥിരം പരിപാടി, ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത്. പുറത്ത് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് അജിൻ്റെ കൂടെ അല്ല പുറത്ത് പോകുന്നത്, അജിയുടെ കൂടെയാണ് പുറത്ത് പോകുന്നത്. അപ്പം അവൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന ഭരണിക്കാവിലോട്ടാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അജിന് ഏർലി മോർണിംഗ് തന്നെ വർക്കിന് പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നത് ഒരു നേഴ്സറിയിലാണ്. അജിക്ക് ഇങ്ങനെ ഗാർഡൻ പരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, ചെടികൾ. അപ്പം അവൾക്കതിനെ കുറേ സാധനങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു വലിയൊരു നേഴ്സറിയിൽ എത്തിയത്. അങ്ങനെ ഞങ്ങൾ കുറേ കളക്ഷൻസ് ഇങ്ങനെ നോക്കുകയാണ്. ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഓർക്കിഡിൻ്റെ കളക്ഷൻസ് കിടിലായിരുന്നു. നല്ല ഒരുപാട് കളേഴ്സൊക്കെ കാണാൻ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ കുറേ സെക്ഷനിൽ പോയി ചെടി കണ്ട വട്ടാവുക എന്ന് പറയുന്ന ആ ഒരു ഫീലായിരുന്നു. അജിക്ക് എങ്ങനെ ചെടി നോക്കണമെന്ന് വന്നതാണ്. ചെടികൾ കണ്ടിട്ട് ഞങ്ങളുടെ തന്നെ കോൺസെൻട്രേഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തോരം കളക്ഷനാണെന്നറിയാമോ, കിട്ടില്ല വെറൈറ്റീസ് എല്ലാം. ഞാൻ ചുമ്മാ അതിനിടയ്ക്കൂടെ നടക്കുകയാണ്. കുറേയൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നോക്കുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫ്ലവറിങ് ഉണ്ട്, അല്ലാതെ പ്ലാൻ ടൈപ്പ് ഉണ്ട്, കുറേ ഉണ്ട്. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടം. അത് നല്ല രസമാണ് ഗാർഡനിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ. നല്ല രീതിയിൽ പൂക്കിയായിട്ട് നമ്മൾ റിസോർട്ട്സിലൊക്കെ പോകുമ്പോൾ കാണുന്നത്. അവർക്കിത് വേണമെന്ന് ചോദിക്കട്ടെ. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ സെലക്ട് ചെയ്തിട്ട് ചേച്ചിമാരെ കൊണ്ട് അതെല്ലാം ഒന്ന് പോട്ടിലോട്ട് പ്ലാന്റ് ചെയ്യിപ്പിച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു നേഴ്സറിയാണ്. ചെടി മാത്രമല്ല, അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളിതിന് പൂത്തുലച്ചെടുക്കും ഗാർഡനിൽ. അതാണ് അജണ്ട അല്ലേ? അതെ അതെ. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ലതായിട്ട് ക്ഷീണിച്ചായിരുന്നു. വേറൊന്നുമല്ല, ആ നേഴ്സറി അത്യാവശ്യം നല്ല വലുതായിരുന്നു. നമ്മളതിന് ചുറ്റും കുറേ റൗണ്ട് നടന്ന് ചെടികളൊക്കെ പിക്ക് ചെയ്യാനും നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ രണ്ടുപേർക്കും നല്ല ദാഹമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കേക്ക് വേൾഡിൽ കയറിയിട്ട് ഓരോ ചിക്കു ഷേക്ക് അങ്ങോട്ട് കുടിച്ചു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കു ഷേക്കെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് അജിക്ക് മെഡിസിൻ വാങ്ങിക്കണമെന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയപ്പോൾ എൻ്റെ തന്നിരുന്നുള്ള പ്രഹസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. നമ്മൾ തന്നെ വീട്ടിലോട്ട് പോവാണ്. വിശപ്പുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയ പാടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇന്ന് കുറേ നല്ല കറികളുണ്ടായിരുന്നു. തോരൻ, മീൻ കറി, തലേന്നത്തെ ബീഫ് മമ്മി ചെറിയ റോസ്റ്റ് പോലൊക്കെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങനെ അവിടെ TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അജിം വന്നു. അജിം വന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്, എൻ്റെ വീട്ടിലോട്ട്. പോകുന്ന വഴിക്കൊക്കെ മറ്റേ ശബരിമലയിലെ ആ ഒരു വൈബാണ്. ഫുള്ളിങ്ങനെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മളുടെ ശബരിമലയിൽ നിന്ന് തിരിച്ചു വന്ന ഭക്തൻ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പവും മോദകവും പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ പോകുന്ന കുട്ടി ജിമ്മിൽ പോകുന്ന വഴിയാണ്. ഈ ഉണ്ണിയപ്പത്തിന് ഫാൻസ് ഉണ്ടോ? എനിക്കിത് കഴിക്കാൻ നല്ല പാടാണ്. എനിക്കെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല പാടായിരിക്കും. ഞാൻ പിന്നെ ഇത് വെട്ടുകത്തിയൊക്കെ എടുത്ത് മുറിച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കഷ്ടപ്പെട്ട് കഴിക്കുന്നത്. നല്ല കഷ്ടപ്പാടാണ് അത് കഴിക്കാൻ. പിന്നെ കുറച്ച് നേരം TV എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ പുരുഷണൻ്റെ കടയിൽ കയറി കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നല്ല ദോശയും ഓംലെറ്റും ഒക്കെ കിട്ടും. ഇത് അജിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ചക്കുള്ളിലായിട്ട് വരും. ഇതിന് മുമ്പേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ദോശ, ചൂട് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. ഹലോ, നമ്മൾ ശാസ്താംകോട്ടിലോട്ട് പോവാണ്. ആദ്യം വീട്ടിലൊന്ന് പോകണം. എന്നാലും ഞാൻ ചാർജർ മറന്നു വെച്ച്. അപ്പം ചാർജറും എടുക്കണം, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പം നമ്മൾ ഒരു വീക്ക് കാണിക്കുമ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ റിപ്പീറ്റായി പോകുമല്ലോ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കഴിച്ചൊന്നും കാണിച്ചില്ല. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് കാണിക്കാം, പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണിക്കാം. ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ആദ്യം ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ശാസ്താംകോട്ടിലോട്ടാണ് പോയത്. അപ്പം ഞങ്ങളിതിന് മുമ്പും ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഓണം പച്ചക്കറി ഷോപ്പിംഗ് ഒക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ കുറച്ച് ഫ്രഷായിട്ട് കിട്ടും. കുറച്ച് നാടൻ വെജിറ്റബിൾസും ഒക്കെ കിട്ടാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് കണ്ടത്. ഞാനിതിൻ്റെ ഒരു ബിഗ് ഫാനാണ്.
അപ്പോൾ അതും കുറച്ചെടുത്തു. എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്നപ്പോൾ അമ്മ വെളിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഓടിപ്പോയി എൻ്റെ ചാർജറും ഒക്കെ എടുത്ത് അമ്മയോട് ബായും പറഞ്ഞ് നമ്മൾ വേഗം തന്നെ ഇറങ്ങി. വേഗം തിരിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് അജിന് വർക്കിൻ്റെ 1-2 കാര്യമൊക്കെ ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. ഈ പോകുന്ന വഴി നിങ്ങൾ കാണുന്നതാണ് ഞാനും അജിനും പഠിച്ച ഞങ്ങളുടെ സ്വന്തം സ്കൂൾ, ശാന്തിനികേതൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നേരെ നമ്മൾ കുക്കിങ്ങിന് അങ്ങോട്ട് കയറി. മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അയല മുളകിട്ടത്, എന്തമ്മേ പാവയ്ക്ക തോരൻ, ദെൻ പുളിശ്ശേരി, പഴക്കയുടെ ഒരു തോരൻ പോലത്തെ ഐറ്റം, പിന്നെ നമ്മുടെ അയല ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഷെഫ് നമുക്ക് സെർവ് ചെയ്യുവാണ്. സോറിട്ടോ, മറ്റേ മോര ഒഴിക്കേണ്ട, മോയല്ല ഒഴിച്ചോളാം. മതി എനിക്കിത് മതി. മീൻകറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തോ മമ്മി? ചോദിക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരേണ്ടതാണ്. ചാറ് കൂടുതൽ വേണം. ആവാം, ചാറ് ഇനി ആവാം. എൻ്റെ കണക്കായാലും ഇങ്ങനെ ചാറി കുളിച്ച് കിടക്കാൻ ആഗ്രഹമുള്ളവർ. തോരൻ, പാവയ്ക്കത്തോരൻ എനിക്ക് വേണ്ട. ഈ ഓൾഡ് മലയാളം മൂവീസ് കണ്ടുകൊണ്ട് ചോറ് കഴിക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ ഫോണിൽ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ട് കുറച്ച് നേരം അങ്ങ് ഇരുന്നു. അത് കുറേ നേരം അങ്ങ് നീണ്ടുപോയി. കണ്ടിരുന്ന് കുറേ നേരമായപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് വൈകുന്നേരമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഓടിപ്പോയൊരു കട്ടൻ ചായ, ബ്ലാക്ക് ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അജിനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു ബ്ലാക്ക് ടീ ഒക്കെ ആക്കി. അങ്ങനെ അത് ആക്കിയിട്ട് റൂമിൽ പോയിട്ട് ബാക്കി സീരീസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിൽ പോയി. കുറച്ച് കുക്കീസും കൂടെ ഞാൻ എടുത്ത് എക്സ്ട്രാ ഒരു വൈബിന് വേണ്ടിയിട്ട്. അങ്ങനെ കുക്കീസ് ചായക്കകത്ത് മുക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ ഒരു ഫീൽ കിട്ടുന്ന അപ്പോഴാണ്. അങ്ങനെ അതും കണ്ടുകൊണ്ട് സീരീസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പോയി അങ്ങ് ഫ്രഷായിട്ട് കുളിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഫേവറേറ്റ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് മമ്മി പുഴുങ്ങിയിട്ടുണ്ട്, നല്ല മുളക് ഉടച്ചതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ച് ആ ബ്യൂട്ടിഫുൾ ഡേ അവിടെ അങ്ങനെ എൻഡ് ചെയ്തു ഞങ്ങൾ. ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറേ ലേറ്റായിപ്പോളൊരു ദിവസമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ട് കഴിച്ച് നമ്മൾ നേരെ കിച്ചണിൽ വന്നപ്പോൾ മമ്മി നല്ല മുളകിട്ട മീൻകറി ആക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. മമ്മി മീൻകറി ആക്കുന്ന ഗ്യാപ്പിൽ ഞാനൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പടവലങ്ങ, സവോള, ക്യാരറ്റ് ഒക്കെ ഇട്ടൊരു മിക്സഡ് തോരനാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കാറുണ്ട്. ഇതിനും കുറച്ച് ഫാൻസ് ഉണ്ട്. എൻ്റെ കറികൾക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. നല്ലതാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ തോന്നത്തുള്ളൂ. ഇൻ കേസ് കുറ്റം വല്ലതും പറഞ്ഞാൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകത്തില്ല. അതുകൊണ്ട് എന്നെ വല്ലാതെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എനിവേസ് ആ തോന്നൽ നല്ല കേട്ടോ. അപ്പച്ചനുണ്ട് ഇന്നിവിടെ. അപ്പച്ചനെ ഇത് നിങ്ങളാരും മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതാണ് അജിൻ്റെ അപ്പച്ചൻ, പപ്പയുടെ ഫാദർ. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം കുശലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അപ്പച്ചൻ മമ്മിയുടെ അടുത്ത് കട്ടൻ ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മമ്മി അത് പോയിട്ട് പപ്പയ്ക്കും അതുകൊണ്ട് അപ്പച്ചനും കട്ടൻ ചായയൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പച്ചൻ ഇങ്ങനെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ കിച്ചണിൽ നിന്നൊക്കെ അങ്ങ് ഇറങ്ങി കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് ഗാർഡനിൽ അപ്ഡേറ്റ് ആയ ഒരു ചെടിയാട്ടോ. നല്ല കിടിലം മണമാണ്. പണ്ട് ഇത് എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നല്ല മണമാണ്. ഇതിൻ്റെ മണം അടിപൊളിയാണ്. അതുപോലെ ഈ ചെടി ഞാൻ അഭിരാമിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടത്. അത് നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡൻ കുറച്ച് ഹാപ്പി സീൻസാണ്. ഫ്ലവറിങ് പീരീഡാണ്. എല്ലാവരും പൂത്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. പൂവുള്ള സമയത്താണ് ഒരു ഗുഡ് ഫീൽ വരുന്നത്. പൂവൊന്നുമില്ലാതെ ഇല മാത്രം നിൽക്കുമ്പോൾ അത്ര രസം തോന്നാറില്ല. പിന്നെ നമ്മൾ അവിടെ ചേർന്ന് ലഞ്ച് കഴിച്ചു. ഇന്ന് കുറേ നല്ല കറികളുള്ള ദിവസമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ എളിമാനിയുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടാണ് കഴിച്ചത്. ഇന്ന് ചൂരമീൻ കറിയായിരുന്നു. നേരത്തെ നമ്മൾ കാണിച്ചല്ലോ. ഈവനിങ് ആയപ്പോഴത്തേക്ക് അജിം വന്നു. അജിനൊന്ന് വർക്കുള്ള ദിവസമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സ്മാർട്ടിലോട്ട് വന്ന് ഭരണിക്കാവിലുള്ള. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന, ആവശ്യമില്ലാത്തൊക്കെ തിരിച്ചു വെക്കുന്ന ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകാൻ പോകുന്നത് വീട്ടിലോട്ടാണ്, എൻ്റെ വീട്ടിലോട്ട്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ട് നിൽക്കുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയിട്ട് നല്ല ഉണ്ണിയപ്പമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അച്ഛനെ ഉച്ചയ്ക്കേ വിളിച്ച് പറഞ്ഞു. ഇവിടുത്തെ ഉണ്ണിയപ്പമാണ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്. എൻ്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ഇടം പിടിച്ച ഒരു ഉണ്ണിയപ്പമാണ് അവിടുത്തെ. അപ്പം അത് കാര്യമായിട്ട് നിന്ന് കഴിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പടം മസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഏത് സിനിമ കാണണമെന്ന് ഞാൻ പ്രൈമിനകത്ത് തിരയുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ കിഷ്കിന്താ കാണ്ഡം ഞങ്ങൾ ഓൾറെഡി തിയേറ്ററിൽ കണ്ട മൂവിയാണ്. എന്നാൽ നല്ലൊരു സിനിമയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് കാണാമെന്ന് പിന്നെയും വിചാരിച്ചു. അമ്മയും അച്ഛനും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അവർക്കും ഒരു വൈബാവുമല്ലോ.
അങ്ങനെ ഞാനും രാജേഷും കൂടെ സിനിമ കാണുന്നതിടയ്ക്കുള്ള ഗോഷ്ഠികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോൺ വെജ് ഇല്ലല്ലോ, അച്ഛനും അമ്മയും വ്രതത്തിലായതുകൊണ്ട്. അപ്പം നല്ല പയറ് കറി, ഇത് നമ്മളുടെ കഞ്ഞിയുടെ കൂടെ ബെസ്റ്റാണ്. അപ്പോൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു കറിയാണ്. അപ്പോൾ അമ്മ അത് ട്രൈ ചെയ്തതാണ്, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് രാത്രിത്തെ കഞ്ഞിയും കറിയും എല്ലാം കഴിച്ചിട്ട് തിരിച്ച് അജിൻ്റെ വീട്ടിലോട്ട് പോയി. രാവിലെ എഴുന്നേറ്റ് കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കുറച്ച് ദിവസമായില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാണിച്ചിട്ട്. ഇന്ന് ദോശയും നല്ല കിടിലൻ സാമ്പാറാണ്. മുരുമുര എന്നുള്ള ദോശയും സാമ്പാറും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. മമ്മി ഉണ്ടാക്കുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റുമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കോമ്പിനേഷൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ വീക്ക്ലി വൺസാണ് തുണിയൊക്കെ വാഷ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കഴുകി മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ട് എന്ത് ചൂടായിരുന്നു അറിയാം. ഞാൻ പൊള്ളിപ്പോയില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്കും ചൂടായിരുന്നു. വേഗം തന്നെ തുണി വിരിച്ച് ഓടുവാണ്. അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എത്രത്തോളം ഞാൻ മുകളിൽ നിന്ന് കരിഞ്ഞെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നിട്ട് നല്ല അച്ചാറുണ്ടാക്കുവാണ്. അപ്പോൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് സ്മാർട്ടിൽ പോയപ്പം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. മാങ്ങ വളരെ സിമ്പിളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കടുക് പൊട്ടിച്ചിട്ടിടുക, കുറച്ച് കായ ഇടുക, മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് വിനെഗർ, ഇച്ചിരി ചൂടുവെള്ളവും കൂടി ഒഴിക്കുക. അതായി വരുമ്പോഴത്തേക്ക് നമ്മൾ മാങ്ങ ഇടുക, മിക്സ് ചെയ്യുക. അടച്ചൊരു 3-4 ദിവസം എടുക്കാതെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിടിലൻ മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും അജിനും വൈകുന്നേരം സിനിമ കാണാൻ വേണ്ടി പോയേക്കുവാണ്. എൻ്റെ മുഖത്ത് ആ പ്രസന്നത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എനിക്കത് ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണെന്ന്. എനിക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാണുന്നതേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തിയേറ്ററിൽ കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വയ്യ. അങ്ങനെ നമ്മൾ എപ്പോഴത്തെ പോലെ നൂറിനാട് സ്വാതിയിലോട്ടാണ് വന്നേക്കുന്നത്. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ മൂവിക്കാണ് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും. കിടിലൻ സിനിമയാണ്. ഞാൻ പ്രത്യേകിച്ച് അതിനെ പറ്റിയൊന്നും പറയണ്ട. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പം നൂറിനാട് സ്വാതിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പഴയ തിയേറ്ററിൻ്റെ കുറേ ഭാഗങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ചെന്നപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കോഫി വാങ്ങിച്ചിട്ടാണ് അകത്തോട്ട് പോയത്. എനിക്ക് ഇവിടുത്തെ കോഫി നല്ല ഇഷ്ടമാണ്. ആ കോഫി കുടിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടാറുണ്ട്. എനിക്ക് കോഫി എപ്പോഴും നല്ല ഫീലാണ് തരാറ്. ടേസ്റ്റിനെക്കാട്ടിലും കൂടുതലൊരു ഫീൽ ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും. അങ്ങനെ പടം തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു രസമുള്ള ത്രില്ലറാണ്. നിങ്ങളെല്ലാവരും കാണണം. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ഇഷ്ടമാവും. ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോപ്കോണും കൂടെ പറഞ്ഞ് അങ്ങനെ പോപ്കോണൊക്കെ ഉണ്ട്. സിനിമ എൻജോയ് ചെയ്ത് കാണുമായിരുന്നു. പടം എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പടം കണ്ടിറങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് വീട് വരെ എത്തുന്ന വരെ നമ്മൾ പടത്തിൻ്റെ റിവ്യൂ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു ഇറങ്ങാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. രാവിലെ റെഡി ആയിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. നമുക്കിനി ഇറങ്ങണം. നമ്മളിന്ന് കൊല്ലത്തോട്ടാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ആദ്യം നമുക്ക് പോകുന്ന വഴിക്ക് സുധിയുടെയും ഗൗരിയുടെയും വീട്ടിൽ കയറണം. അവരുടെ ഹാർഡ് ഡിസ്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഗൗരി വെളിയിൽ തന്നെ കാത്തു നിൽക്കുകയാണ് നമ്മളെ. ഗൗരി മാത്രമല്ല, ശിലിഷി ഉണ്ടായിരുന്നു അവിടെ. ശിലിഷി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. അവളുടെ കൂടെയെല്ലാം കിളിച്ച് സുഞ്ചിരി കുട്ടിയായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം പറച്ചിലായി. ഞങ്ങൾ പിന്നെ വന്ന കാര്യവും പോയ കാര്യവും ഒക്കെ മറക്കും. ഞങ്ങൾ അവിടെ തന്നെ ഇന്ന് വേഗം ഇറങ്ങാൻ വേണ്ടി അകത്തോട്ട് കയറുന്നില്ല, വെളിയിൽ നിൽക്കുകയെന്ന് പറഞ്ഞത്. എന്നിട്ടൊരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് കഥ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കഥാനായകൻ സുധിമോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുധിയുടെ അടുത്തും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങി നമ്മളിനി നേരെ കൊല്ലത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇന്നൊരു പുതിയ ലെൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലത്ത് CONC എന്നാണ് എടുക്കുന്നത്. നമ്മൾ ക്യാമറ എടുത്ത് സെയിം സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെൻസിൻ്റെ കളക്ഷനിലോട്ട് ഒരു 15 ലെൻസും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ള ദിവസം. നമ്മുടെ ഈ ഒരു ഫോട്ടോഗ്രാഫി ജേണിയിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പം നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, കുറച്ചും കൂടെയൊക്കെ നല്ലതായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയാണ്. അങ്ങനെ അതിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് അതിനെക്കാട്ടി സന്തോഷമുള്ള ദിവസമാണ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ ലെൻസ് അൺബോക്സ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകളെല്ലാം നമ്മൾ ഓർക്കണം. ഇങ്ങനത്തെ ഓരോ മൊമെൻറ്റ്സുകളെന്ന് അതിനെപ്പോഴും പറയും. അതൊരു സത്യമുള്ള കാര്യം. ഒരുപാട് സ്ട്രഗിളിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നതും ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതെല്ലാം കയറി ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ വിഷ് ചെയ്യുകയാണ് എൻ്റെ മനസ്സിൽ തന്നെ. അപ്പോൾ നമ്മളുടെ പുതിയ ലെൻസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുപ്പൊക്കെ കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനലുണ്ടോയെന്ന്. അപ്പോൾ അജിം പറഞ്ഞു കൊടുക്കുകയാണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഫൈനലി നമ്മുടെ കയ്യിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ബ്രോഡയിൽ ഫോൺ കൊടുത്തിട്ട് ചെറിയൊരു ബിറ്റും കൂടെ എടുത്ത് അങ്ങനെ നമ്മൾ CONCന്ന് ലെൻസൊക്കെ ആയിട്ട് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ചു പോവുകയെന്ന് മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ വേളയിലാണ് എൻ്റെ കണ്ണ് ഓപ്പോസിറ്റുള്ള ഈ ബഡാ ബസാറിൽ ഉടക്കിയത്. നല്ലൊരു ക്രിസ്മസിൻ്റെ എല്ലാ പരിപാടിയും അവിടെ ഉണ്ടെന്ന് എനിക്ക് അത്രയും മനസ്സിലായി. ഒരു ട്രീ ഒക്കെ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് കൃത്യമായിട്ട് അവിടെ ഉടക്കിയത്. പിന്നെ നമ്മൾ നേരെ ക്യാമറ, അതായത് ലെൻസൊക്കെ കൊണ്ടുവച്ചിട്ട്
നേരെ ആ കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറേ ഐറ്റംസൊക്കെ എടുത്തു. ഫസ്റ്റ് തന്നെ വേണ്ടത് ട്രീ ആയിരുന്നു. അപ്പോൾ നല്ലൊരു ട്രീ എനിക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ ആക്സസറി എന്നല്ല പറയുന്നത്, ഡെക്കോർ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ്, അതുകൊണ്ടൊക്കെ തന്നെ ബോൾസ്, അങ്ങനെ. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ട്രീക്കകത്തൊക്കെ ഇടാനായിട്ട് ഒന്ന് രണ്ട് കുറച്ച് ഐറ്റംസ് കൂടെ നോക്കിയെടുക്കുമായിരുന്നു. ഈ കട കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി എന്ന് വേണം പറയാം. എനിക്കിങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്, ഈ ഡെക്കോർ ചെയ്യാനൊക്കെ. എസ്പെഷ്യലി ക്രിസ്മസിന് ഇങ്ങനെ ട്രീക്കകത്തൊക്കെ ലൈറ്റ് ഇടുക, അതുപോലെ തന്നെ ബോൾസ് ഇടുക, ക്രിസ്മസ് പപ്പയെ വെക്കുക, അതൊക്കെ ഒരു ഫൺ വൈബല്ലേ. അപ്പോൾ ഞാൻ ആ വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ഐറ്റംസൊക്കെ എടുത്ത് കുറച്ചധികം നേരം നമ്മുടെ ടൈം ആ ഒരു കടയിൽ സ്പെൻഡ് ചെയ്ത്. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് ഇല്ലാത്തതൊക്കെ തപ്പിപ്പറക്കി എടുക്കുമായിരുന്നു. കൂട്ടത്തിലാണ് ഈ ഒരു മേരി ക്രിസ്മസിൻ്റെ ഈ ഹാങ് ചെയ്യുന്ന സംഭവം എടുത്ത് നമുക്ക് ഡോറിൻ്റെ ഫ്രണ്ടിലിടാം. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ലൈറ്റ്സും എടുത്ത്, സ്റ്റാർ ലൈറ്റൊക്കെ. അപ്പോൾ ക്രിസ്മസിന് കുറച്ചും കൂടെ ലൈറ്റ്സൊക്കെ ചെയ്ത് കുറച്ച് കളറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഏകദേശം 3-3:30 ആയിട്ടുണ്ട്. കൊല്ലം റമീസിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ലഞ്ച് ടൈം കുറച്ച് കഴിഞ്ഞതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലായിരുന്നു. നോർമലി ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല തിരക്ക് അനുഭവപ്പെടും. കാരണം നമ്മൾ സീറ്റൊക്കെ നോക്കുമ്പം തന്നെ കിട്ടത്തില്ല, കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും സീറ്റ് ഇടുന്നത്. ഇന്ന് അങ്ങനെ ഒന്നുമില്ല, വളരെ കാമായിരുന്നു. അങ്ങനെ നമ്മൾ ടേബിളിലൊക്കെ വന്നിരുന്നിട്ട് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുകയാണ്. എനിക്ക് പറഞ്ഞത് മട്ടൻ ബിരിയാണിയാണ്, അജിൻ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ അൽഫാമും. പക്ഷേ മട്ടൻ ബിരിയാണി വന്നപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അജിൻ പറഞ്ഞു കുഴപ്പമില്ല, നീ കഴിക്ക്, ബാക്കി അവനത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയൊക്കെ എടുത്ത് നല്ല കിടിലമായിരുന്നു ഇവിടുത്തെ മട്ടൻ ബിരിയാണി. നിങ്ങൾ ഇതുവരെ കൊല്ലത്ത് വന്നിട്ട് റമീസിൽ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കൂട്ടി പിക്കിളും പപ്പടമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ മട്ടൻ ബിരിയാണി എല്ലാം കഴിച്ച് ഒരു ജ്യൂസും പറഞ്ഞ്, ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് പറഞ്ഞത്, അതിനൊരു ഗ്രേപ്പ് സോഡ കൂടെ പറഞ്ഞ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിനാണ് ഇങ്ങനെ കലക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഫുൾ അതൊന്ന് കലക്കി എല്ലാം കഴിഞ്ഞ് എനിക്ക് തന്നത്. അപ്പം ഞാനും അത് കുടിച്ച് അങ്ങനെ നല്ല ഗംഭീരമായിട്ട് നമ്മുടെ ലഞ്ച് കഴിച്ച്. നമുക്ക് സന്തോഷമുള്ള ദിവസം നമ്മൾ ഭയങ്കര നന്നായിട്ട് ഫുഡ് കഴിക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനൊരു ദിവസമാണ്. നമ്മൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോവാം. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വീട്ടിലോട്ട് പോവാനോ പരിപാടി. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഹലോ, വെൽക്കം ബാക്ക്. ഈ ഒരു വീക്ക് ഇൻ മൈ ലൈഫിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന്. അപ്പം ഇന്നാണ് അച്ഛനും അമ്മയൊക്കെ ശബരിമലയിൽ പോകുന്നത്. അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നു. ഇന്നിവിടെ അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഓർമ്മ കാണും, ഒരു കഞ്ഞി സദ്യയൊക്കെ നടത്തിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം കഞ്ഞി കറിയൊക്കെ ആക്കുന്നുണ്ട്. കറിയുടെ പേര് അസ്ത്രം. അസ്ത്രം എന്നൊക്കെ കുറച്ച് പേര് അന്ന് ട്രിക്കിയായിട്ട് എന്നോട് ചോദിച്ചത്, അതെന്താ അസ്ത്രം എന്ന് പറഞ്ഞാലൊക്കെയെന്ന്. എരിശ്ശേരി ഉണക്കുള്ളൊരു കറിയാണ്. അപ്പം അതൊക്കെ ആക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അജിനും ഞാനും അമ്മയും അച്ഛനും രാജേഷും ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ഏത് റിലേറ്റീവ്സ് വരുന്നുള്ളത് എനിക്കറിയത്തില്ല, വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈവനിങ് അവർ പോവും. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഡേ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ കറിയൊക്കെ വെക്കുന്ന കാണിച്ചു തരാം. കമാ അമ്മ ഇവിടെ തന്നെ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി കാണിച്ചമ്മ. എല്ലാം ഇട്ടോ? വെന്തില്ലൊന്നും വെന്തോണ്ടിരിക്കുക. ഞാനേ ചൂട് പറക്കുക. കഞ്ഞി അമ്മ അകത്ത് വെച്ചു, കറി നമ്മൾ ഇവിടെ വെളിയിൽ വെച്ചിട്ട് ആക്കുന്നുണ്ട്. കറി ഇങ്ങനെ ആകുന്നു. നമ്മുടെ കറിക്കുള്ള കടുക് വറക്കാൻ വേണ്ടി അമ്മ കുറച്ച് കുഞ്ഞുള്ളി ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അമ്മ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഞാനും കിച്ചണിൽ എപ്പോഴുണ്ട്. കിച്ചണിലല്ല, അമ്മ ഒരു ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി കഥ പറയുന്നത് എൻ്റെ ഒരു മെയിൻ ഹോബിയാണ്. അങ്ങനെ നമ്മൾ കടുവെല്ലാം വറുത്ത് കഴിഞ്ഞ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറി ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാളിൽ വന്നപ്പോഴത്തേക്ക് രാജേഷ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിചാരിക്കും രാജേഷ് വെച്ച് തന്നല്ല, ഒരിക്കലല്ല, ഞാൻ തന്നെ പ്ലേ ചെയ്യിപ്പിച്ച് അത് കാര്യമായിരുന്ന് കാണുവാണ് അവൻ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയും കറിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുമായിരുന്നു. എൻ്റെ ചാനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരുന്ന് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ. അപ്പോൾ വൈകിട്ടായി. ഇനിയിപ്പം അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ട് നിറയ്ക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളും റെഡി ആയിട്ട് ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോട്ടെ. രാജേഷ് നോക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം, പെല്ലത്തമ്പലം. ഇവിടെ നിന്നാണ് അച്ഛനും അമ്മയിൽ നിന്ന് കെട്ടി പോകുന്നത്. ലാസ്റ്റ് ഇയറിൽ കണക്ക് വലിയ പൂജകളൊന്നുമില്ല, ജസ്റ്റ് കെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. അപ്പം കെട്ട് നിറയ്ക്കൽ, അത് നമ്മുടെ തേങ്ങയ്ക്കകത്ത് നെയ്യൊക്കെ നിറച്ചിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓരോ ചടങ്ങുകളൊക്കെ. അമ്പലത്തിൽ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്ന കൂട്ടത്തിൽ അങ്ങനെ കെട്ടൊക്കെ നിറച്ച് അവരിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ കുറച്ചടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു.
സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. ആ ശരി, അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ശാസ്താംകോട്ട അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പമ്പയിലോട്ട് ബസ്സുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട് അവിടെ കുറേ ആൾക്കാർ ശബരിമല പോകുന്ന അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് വന്നിട്ട് ബസ് ഏകദേശം 7-10 കഴിയും വരാനായിട്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ ഇപ്പം വൃശ്ചിക മാസം ആയതുകൊണ്ട് അമ്പലം ഫുൾ നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ ബസ് കാത്തിരിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ കുറച്ച് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അടിച്ച് തിരക്കിലാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഫ്ലെക്സിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുറേ ആൻറ്റിമാരും ഉണ്ടായിരുന്നു ഈ അസാമിമാരായിട്ട് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് പമ്പയിലോട്ടുള്ള നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഈ വർഷം തൊട്ടാണ് ഇപ്പം ഇവരെല്ലാം വന്ന് പുതിയ എന്തോ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് വന്നിട്ട് സ്റ്റാർട്ടായതാണ് ഈ ഒരു ബസ്. അത് വളരെ കൺവീനിയൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കൊട്ടാരക്കര അല്ലെങ്കിൽ അടൂരൊക്കെ പോയിട്ടാണ് സാധാരണ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഈ ബസ് ഉണ്ടായിരുന്നു. അച്ഛൻ അവിടുത്തെ ഡ്രൈവർ അങ്കിളിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഈ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പം അവർക്കൊക്കെ പരിചയമുണ്ട്. അപ്പം അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറി. അപ്പം ബസ്സിൽ അച്ഛനും അമ്മയും ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മാർഗ്ഗമാണ് ഇവിടെയൊക്കെ ശാസ്താംകോട്ടൊക്കെ പോകുന്നവർക്ക് ഇപ്പോൾ ബസ് സർവീസ് ഉണ്ട്. അതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പോകാനായിട്ട്. അങ്ങനെ അച്ഛനും അമ്മയടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അച്ഛനും അമ്മയ്ക്ക് നാളെ ഈവനിങ് ഒക്കെ ആവും, നൈറ്റ് ആവുമായിരിക്കും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു 1 വീക്കായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.